بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയലി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുത്ബുൽ ഖത്താബ് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ ഷഅറുകൾ, കവിതകൾ കോർവയാക്കിയ ദീവാനുൽ ജീലാനി എന്ന കിതാബിൽ നിന്ന് ഉപ്പാപ്പയുടെ പരിശുദ്ധമായ വചനങ്ങളാണ് ഇന്ന് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ദീവാനുൽ ജീലാനി എന്ന കിതാബിൻ്റെ 102 പേജ് മുതൽ ആണ് ആരംഭിക്കുന്നത്. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ ആ ഉന്നതമായ സ്ഥാനം, ഉപ്പാപ്പയുടെ ഉന്നതമായ സ്ഥാനം നമ്മുടെ എല്ലാം ബുദ്ധിക്കും ചിന്തക്കും മനസ്സിലാക്കാൻ കഴിയുന്നതിൽ എത്രയോ അപ്പുറത്താണ്. ആ വിഷയം ഉപ്പാപ്പ തന്നെയാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. ഉപ്പാപ്പ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനവറുകൾ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നളർതു ബിഐനിൽ ഫിക്രി ഫീ ഹാനി ഹദ്റതി ഹബീബൻ തജല്ലാലിൽ ഖുലൂബി ഫഹന്നതി. നളർതു ഞാൻ നോക്കി, ബിഐനിൽ ഫിക്രി ഫിക്റിന്റെ കണ്ണുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഫീ ഹാനി ഹദ്റതി എൻ്റെ പരിശുദ്ധമായ ഹദ്റത്തിൽ വെച്ച് ഞാൻ നോക്കി. ഹബീബൻ ഒരു ഹബീബിനെ നോക്കി. തജല്ലാലിൽ ഖുലൂബ് ഹൃദയങ്ങൾക്ക് വെളിപ്പെട്ട തജല്ലിയായ ഹബീബിനെ എൻ്റെ ചിന്തയുടെ കണ്ണുകൊണ്ട് ഞാൻ നോക്കി. ഫഹന്നതി അത് അടുത്തു വന്നു, ഫജന്നതി അത് മറഞ്ഞു. രണ്ട് രീതിയിലുമുണ്ട്. സഖാനി ബികഅസിൻ മിൻ മുദാമതി ഹുബ്ബിഹി ഫകാന മിനസ്സാഖി ഖുമാരി വസക്രതി. സഖാനി എൻ്റെ ഹബീബ്, അല്ലാഹുവിനെ പറ്റിയാണ് പറയുന്നത്. സഖാനി അല്ലാഹു എന്നെ കുടിപ്പിച്ചു. ബികഅസിൻ ഒരു കോപ്പ കൊണ്ട്. മിൻ മുദാമതി ഹുബ്ബിഹി അല്ലാഹുവിൻ്റെ നിത്യമായ സ്നേഹത്തിൻ്റെ കോപ്പ കൊണ്ട് എന്നെ കുടിപ്പിച്ചു. ഫകാന മിനസ്സാഖി ഖുമാരി വസക്രതി. ഫകാന മിനസ്സാഖി ആ സാഖിയായ എന്നെ കുടിപ്പിച്ച
ആ കുടിപ്പിക്കുന്ന ആൾ അഥവാ അള്ളാഹുവിൽ നിന്നാണ് ഹുമാരി എനിക്ക് ആ കോപ്പ ലഭിച്ചത്, വസക്രത്തി അതിന്റെ മസ്തും ലഭിച്ചത്. എന്നെ അള്ളാഹുവിനെ കുടിപ്പിച്ചു. അതിനിടയിൽ മറ്റൊരാളില്ലാത്ത വിധം അള്ളാഹുവും ഞാനും അടുത്തു. ആ സാഖിയായ കുടിപ്പിക്കുന്ന ആളായ അള്ളാഹു തന്നെയാണ് എന്നെ കുടിപ്പിച്ചത്. യുനാദി മുനി ഫീ കുല്ലി യൗമിൻ വലൈലതി 24 മണിക്കൂറും രാപ്പകലുകൾ മുഴുവൻ അള്ളാഹുവും ഞാനും അടുത്തുകൊണ്ടായിരിക്കുന്നു. ആ ഹുബ്ബിലാണ് ഞാനുള്ളത്. വമാ സാല യർആനി ബിഐനിൽ മവദ്ദതി, വമാ സാല യർആനി അള്ളാഹു എന്നെ പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നു. ബിഐനിൽ മവദ്ദതി സ്നേഹത്തിന്റെ കണ്ണുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ റബ്ബ്. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു, ലരീഹിയ ബൈത്തുല്ലാഹി മൻ ജാഅ സാറഹു ബിഹർവലതി യുഹ്ലാ ബിഇസ്സിൻ വരിഫഅതി. ഉപ്പാപ്പ ഹയാത്ത് കാലത്ത് തന്നെ അവിടുത്തെ പരിശുദ്ധമായ ആ ലരീഹു ഷരീഫ് അഥവാ പരിശുദ്ധമായ മഖ്ബറത്തു ഷരീഫ, അതിനെക്കുറിച്ചാണ് ഉപ്പാപ്പ പറയുന്നത്. അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ പറഞ്ഞു, ലരീഹിയ ബൈത്തുല്ലാഹ്, ഞാൻ കടക്കുന്ന എൻ്റെ മഖ്ബറ അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. അൽ കഅബത്തു ബൈത്തുള്ള എന്നാണ് സാധാരണ പറയാറുള്ളത്. കഅബ അള്ളാഹുവിൻ്റെ ഭവനമാണ്. അപ്പോ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കഅബ ഷരീഫിൻ്റെ അത്രയും പവിത്രതയുള്ള ഒരിടമാണ് ഞാൻ കിടക്കുന്ന എൻ്റെ മഖ്ബറത്തു ഷരീഫ. മൻ ജാഅ സാറഹു, ആരെങ്കിലും എൻ്റെ മഖ്ബറയിൽ വന്ന് സിയാറത്ത് ചെയ്താൽ, ബിഹർവലത്തിൻ യുഹ്ലാ ബിഇസ്സിൻ വരിഫഅതി, വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ആ മനുഷ്യന് ലഭിക്കുന്നതാണ്. കാരണം എൻ്റെ മഖ്ബറത്തു ഷരീഫ അള്ളാഹുവിൻ്റെ ബൈത്താകുന്നു. ബൈത്തുള്ളയാണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ്. വസിരി ബിസിരില്ലാഹി സാറാ ബിഖൽഖിഹി. ഇനിയാണ് ഉപ്പാപ്പ വിശദീകരിച്ച് തുടങ്ങുന്നത്. എൻ്റെ മഖ്ബറ അള്ളാഹുവിൻ്റെ ബൈത്താകുമ്പോൾ എൻ്റെ ശ്രേഷ്ഠത നിങ്ങളറിയണം. അതാണ് വസിരി ബിസിരില്ലാഹ്, എൻ്റെ രഹസ്യം അള്ളാഹുവിൻ്റെ രഹസ്യത്തോടു കൂടെ സാറാ ബിഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മുഴുവൻ സഞ്ചരിച്ചിരിക്കുന്നു. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? അല്ലാഹു അഅലം. നമുക്കിതിൻ്റെ ഒരു ABCDയും ഒരു അലിഫും ബാവും മനസ്സിലാവുകയില്ല. അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് കഴിയുകയില്ല. വസിരി ബിസിരില്ലാഹി സാറാ ബിഖൽഖിഹി ഫലുസ് ബി ജനാബി ഇൻ അറത്ത മവദ്ദതി. ഫലുസ് ബി ജനാബി, എൻ്റെ ഹളറത്തിൽ നീ അഭയം പ്രാപിച്ചോ. ഇൻ അറത്ത മവദ്ദതി, എന്നെ നീ ഇഷ്ടപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹളറത്തിൽ നീ അഭയം പ്രാപിച്ചോ. പാപ്പ തുടരുകയാണ്, വിശദീകരിക്കുകയാണ്. വഅംദി ബിഅംദില്ലാഹി ഇൻ ഖുൽതു കുൻ യകുൻ വകുല്ലും ബിഅംദില്ലാഹി ഫഹ്കും ബിഖുദ്റതി. വഅംദി, എൻ്റെ കൽപ്പന, ബിഅംദില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയോട് കൂടിയാണ് എൻ്റെ കൽപ്പന. ഞാൻ കൽപ്പിച്ചാൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ നിങ്ങൾ സ്വീകരിക്കണം. ഇൻ ഖുൽതു കുൻ യകുൻ, അത് അള്ളാഹുവിൻ്റെ രീതിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്ത് യാസീനിൽ കാണാം. അള്ളാഹുവിൻ്റെ കാര്യം, അള്ളാഹുവിൻ്റെ കൽപ്പന, ഒരു വസ്തു ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചാൽ
അയ്യഖൂല ലഹു കുൻ, അതിനോട് ഉണ്ടാവുക എന്ന് പറയലാണ്, ഫയക്കൂൻ, അപ്പോൾ അത് ഉണ്ടാകും. ഇത് അള്ളാഹുവിന്റെ രീതിയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഗൗസുൽ ആലം തങ്ങൾ പറയുന്നു, വഅംദി ബിഅംദില്ലാഹി ഇൻ ഖുൽതു കുയ്യകുൻ, ഞാൻ കുൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ യകുൻ, അത് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നീ സംശയിക്കണ്ട. വകുല്ലും ബിഅംദില്ലാഹ്, എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, എല്ലാം അല്ലാഹുവിന്റെ കൽപ്പനയാണ്, എല്ലാം അല്ലാഹുവിന്റെ കാര്യമാണ്. ഫഹ്കും ബിഖുദ്റതി, എന്റെ ഖുദ്റത്ത് നീ ശരിക്കും മനസ്സിലാക്കിക്കോ. ഞാനൊരു കാര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുന്നതാണ്. അള്ളാഹു ഒരു കാര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അതുകൊണ്ട് നീ ആ കാര്യം ശരിക്കും മനസ്സിലാക്കുക. അതാണ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പാപ്പയുടെ പേരിൽ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അൽ ഖാദിർ എന്ന ആ ഇസ്മുണ്ട്. അതിൽ തന്നെ എല്ലാം രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഫഅസ്ബഹ്തു ബിൽ വാദിൽ മുഖദ്ദസി ജാലിസാ അലാ തൂരി സീനാ ഖദ് സമൗതു ബിഖൽഅതി. വഅസ്ബഹ്തു ബിൽ വാദിൽ മുഖദ്ദസി ജാലിസാൻ, ഞാൻ പരിശുദ്ധമായ താഴ്വരയിൽ ഇരിക്കുന്നവനായി. അലാ തൂരി സീനാ ഖദ് സമൗതു ബിഖൽഅതി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മുനാജാത്ത് നടന്ന ഇടമാണല്ലോ തൂരിസീനാ മല. അവിടെയാണ് എൻ്റെ ഇരിപ്പിടം. അത്രയും ഉയർന്നു പോയി ഞാൻ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംഭാഷണം നടത്തിയ വിശുദ്ധമായ തൂരിസീനാ മല, ആ മലയുടെ താഴ്ഭാഗമാണ് അൽ വാദിൽ മുഖദ്ദസ്. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, മൂസാ നബിയെ ഇഖ്ലാൻ അലൈക്, നിങ്ങളുടെ ചെരിപ്പഴിക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, നിങ്ങൾ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ്. തൂരിസീനാ മലയുടെ താഴ്ഭാഗമാണത്. ആ താഴ്വരയിലാണ്, ആ തൂരിസീനാ മലയിലാണ് എൻ്റെ സ്ഥാനം. അഥവാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹളറത്തിലാണ് എൻ്റെ ഇരിപ്പിടം. വതാഫത് ബിയൽ അക്വാനു മിൻ കുല്ലി ജാനിബി ഫസിർതു ലഹാ അഹ്ലൻ ബിതഹ്ഖീഖി നിസ്ബതി. വതാഫത് ബിയൽ അക്വാൻ, എല്ലാ പ്രപഞ്ചങ്ങളും എന്നെ തവാഫ് ചെയ്തു. മിൻ കുല്ലി ജാനിബിൻ, എല്ലാ ഭാഗത്തു നിന്നും എല്ലാ പ്രപഞ്ചങ്ങളും എന്നെ തവാഫ് ചെയ്തു. അതാണ് നേരത്തെ പറഞ്ഞത്, ലരീഹിയ ബൈത്തുല്ലാഹ്, എന്റെ മഖ്ബറത്ത് ഷരീഫ്, അത് അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹുവിന്റെ കഅബ ഷരീഫ് തവാഫ് ചെയ്യുന്നത് പോലെ എന്നെ എല്ലാ പ്രപഞ്ചങ്ങളും തവാഫ് ചെയ്യുന്നു. ഫസിർതു ലഹാ അഹ്ലൻ ബിതഹ്ഖീഖി നിസ്ബതി, നീ സംശയിക്കണ്ട, എല്ലാ പ്രപഞ്ചങ്ങളും എന്നെ തവാഫ് ചെയ്യാൻ മാത്രം യോഗ്യതയുള്ള ആളാണോ ഞാനെന്ന് നീ സംശയിക്കണ്ട. ഫസിർതു ലഹാ അഹ്ല, ഞാൻ അതിന് യോഗ്യനായിരിക്കുന്നു. ബിതഹ്ഖീഖി നിസ്ബതി, അല്ലാഹുവുമായി അല്ലാഹുവിന്റെ റസൂലുമായി എന്റെ ബന്ധം അത്രയും ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് അർഹനായിരിക്കുന്നു. അക്കാര്യത്തിൽ നീ സംശയിക്കണ്ട. തങ്ങൾ ഉപ്പാപ്പ പറയുന്നു, ഫലി ആലമുൻ ഫീ ദിർവത്തിൽ മജ്ദി ഖായിമു റഫീഉസ് സനാ തഅവീലഹു കുല്ലു ഉമ്മത്തി. ഫലി അലമുൻ ഫീ ദിർവത്തിൽ മജ്ദി ഖായിമുൻ, ഉന്നതിയുടെ ഏറ്റവും ഉച്ചിയിലാണ് എൻ്റെ കൊടി നിൽക്കുന്നത്. ഏറ്റവും മഹത്തമായ സ്ഥാനം, അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാഗം, അവിടെയാണ് എൻ്റെ കൊടി നാട്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഏറ്റവും മഹത്തമായ മഖാമിലാണുള്ളത്. റഫീഉസ് സനാ, അത് ഏറ്റവും ഉയർന്ന ഇടമാണ്. തഅവീലഹു കുല്ലു ഉമ്മത്തി, അവിടേക്കാണ് എല്ലാ സമുദായങ്ങളും വന്ന് അഭയം തേടുന്നത്. എൻ്റെ കൊടി ഏറ്റവും ഉന്നതമായ മഖാമിലാണ്, എല്ലാവരും അവിടേക്കാണ് അഭയം തേടി വരുന്നത്.
فلا علم إلا من بحار ورثتها ولا نقل إلا من صحيح روايتي. ഉപ്പാപ്പയുടെ വചനങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫലാ ഇൽമ, ഇൽമ ഇല്ല. അറബിയിൽ ഇതിനെ ആ ജിൻസിനെ നഫി ചെയ്യാണ് പറയാ. ഫലാ ഇൽമ, ഇൽമിന്റെ ജിൻസ് തന്നെ ഇല്ല, ഒരറിവുമില്ല തിന്നെ, ഒരറിവുമില്ല തന്നെ. ഇല്ല മിൻ ബിഹാരിൻ വറത്തുഹ, ഞാൻ ചെന്നതല്ലാതെ. ഏത് അറിവിന്റെ ബഹ്റും ഞാൻ ചെന്ന ബഹ്റാണ്, ഞാൻ ചെല്ലാത്തൊരു അറിവിന്റെ ബഹ്റും ഇല്ല. വലാ നഖ്ല ഇല്ലാ മിൻ സഹീഹി റിവായത്തി, എന്റെ ശരിയായ റിപ്പോർട്ടല്ലാതെ മറ്റൊരു റിപ്പോർട്ടും ഇല്ല. എല്ലാ അറിവുകളും എനിക്കറിയാവുന്ന അറിവാണ്, എനിക്കറിയാത്തൊരു അറിവും തന്നെ ഇല്ല. എല്ലാ ബഹറുകളും ഞാൻ നീന്തി കുടിച്ചതാണ്, ഞാൻ നീന്തി കടന്നതാണ്. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു, അലദ്ദുർറത്തിൽ ബൈളാഇ കാന ഇജ്തിമാഉനാ വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഉൽ അഹിബ്ബതി. അലദ്ദുർറത്തിൽ ബൈളാ, അദ്ദുർറത്തുൽ ബൈളാ എന്ന് പറയുന്നത് സൂഫികളുടെ ഭാഷയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. ഹിനായത്തുൻ അനിൻ നൂരിൽ മുഹമ്മദി അല്ലദീ ഹുവ അവ്വലു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയായ അന്നൂറുൽ മുഹമ്മദിയിലേക്കാണ് സൂചന. അവിടെയാണ് കാനജ്തിമാഉന, നമ്മുടെ സംഗമസ്ഥാനം. അല്ലാഹു ആദ്യമായി പടച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഒളിവ്, ആ ഒളിവിലാണ് ഞാൻ സംഗമിക്കുന്നത്. ഞാനും എൻ്റെ റസൂലും അല്ലാഹുവും സംഗമിക്കുന്ന ഇടം അവിടെയാണ്. വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഉൽ അഹിബ്ബതി, ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്ന് പറയുന്നത് ഖാബ ഖൗസൈനി മഖാമാണ്. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അടുത്തിരുന്ന സ്ഥലം ഖാബ ഖൗസൈനി ഔ അദ്നാ എന്ന് സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറഞ്ഞ ഇടം. അവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബുകൾ സംഗമിക്കുന്നത്, അവിടെയാണ് എൻ്റെ ഇരിപ്പിടം. അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, ചിന്തിക്കുക. വഅയൻതു ഇസ്റാഫീല വല്ലൗഹ വർജിളാ വശാഹദ്തു അൻവാറൽ ജലാലി ബിനദ്റതി. വഅയൻതു ഇസ്റാഫീല, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടിരിക്കുന്നു. ആരാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം? ഖിയാമത്ത് നാളിൽ ഒന്നാമത്തെ ഊത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ഊത്തുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീലിനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞാൽ തീരുകയില്ല. ഇസ്രാഫീലും ആ ഊതുന്ന കൊമ്പും ആ സൂറന്ന കാഹളവും അതിനെല്ലാം മഹാന്മാർ പറഞ്ഞു തന്ന അർത്ഥം നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ കഴിയുകയില്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാം ഞാൻ കണ്ടിരിക്കുന്നു. വല്ലൗഹ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ലൗഹുൽ മഹ്ഫൂദ് ഞാൻ കണ്ടിരിക്കുന്നു. വരിളാ, അല്ലാഹുവിന്റെ തൃപ്തിയും ഞാൻ കണ്ടിരിക്കുന്നു, അനുഭവിച്ചിരിക്കുന്നു, എല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. വശാഹദ്തു അൻവാറൽ ജലാലി ബിനദ്റതി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ജലാലിയത്തിന്റെ പ്രകാശങ്ങളെ എൻ്റെ ഈ നോട്ടം കൊണ്ട് ഞാൻ ദർശിച്ചിരിക്കുന്നു, മുഷാഹദ നടന്നിരിക്കുന്നു. അല്ലാഹുവിനെ ഞാൻ കണ്ടിരിക്കുന്നു. അല്ലാഹുവിനെ അത്രയും അടുത്തു നിന്ന് കാണേണ്ട രീതിയിൽ കണ്ടാൽ ബാക്കി എല്ലാ കാഴ്ചകളും അല്ലാഹു നൽകുന്നതാണ്. പാപ്പ ഓരോന്ന് വിശദീകരിച്ച് പറയുന്നു. വശാഹദ്തു മാ ഫൗഖ സമാവാതി കുല്ലിഹാ കദൽ അർശ് വൽ കുർസിയു ഫീ ത്വയ്യി ഖബ്ലതി. വശാഹദ്തു, ഞാൻ ദർശിച്ചിരിക്കുന്നു, മാ ഫൗഖ സമാവാതി കുല്ലിഹാ, അല്ലാഹുവിന്റെ ആകാശങ്ങൾക്ക് മുഴുവൻ
ആകാശങ്ങളുടെ എല്ലാം മുകളിലുള്ള എല്ലാം ഞാൻ ദർശിച്ചിരിക്കുന്നു. കുല്ലിഹ, കുല്ലിഹന്റെ അർത്ഥം പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ പറഞ്ഞാലും തീരൂല. കദൽ അർശു വൽ കുർസിയു ഫീ തയ്യി ഖബ്ലതി, അല്ലാഹുവിന്റെ അർശും അല്ലാഹുവിന്റെ കുർസിയും എന്റെ ഖബ്ലത്തിലാകുന്നു. അല്ലാഹു അഅലം. പാപ്പ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാം ഗൗസുൽ ആലം തങ്ങൾ പാപ്പാക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. വകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖതൻ വഖതാബുഹാ മിൻ തഹതി ഹുക്മി വത്വാഅതി. വകുല്ലു ബിലാദില്ലാഹ്, അല്ലാഹുവിന്റെ എല്ലാ നാടുകളും, ഭൂമിയിലുള്ള പ്രദേശങ്ങൾ മാത്രമല്ല, ആകാശഗോളങ്ങൾ മാത്രമല്ല, അല്ലാഹു പടച്ച സർവം മുൽക്കി ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ എന്റെ അധികാരത്തിലാണ്. എനിക്കവിടെയെല്ലാം അധികാരമുണ്ട്. അതിന്റെ എല്ലാം മാലിക് ഞാനാണ്. വഖതാബുഹാ മിൻ തഹതി ഹുക്മി വത്വാഅതി, അള്ളാഹുവിന്റെ ഈ ബിലാദുകളിൽ, നാടുകളിൽ, ഇടങ്ങളിലുള്ള അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന്റെ കുതുബീങ്ങളെല്ലാം മിൻ തഹ്തി ഹുക്മി വത്വാഅതി, അവരെല്ലാം ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നവരാണ്. എന്റെ കീഴിലാണ് അവരെല്ലാം വർക്ക് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലെ കുതുബുകൾ മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള അള്ളാഹുവിന്റെ അഖ്താബുകൾ മുഴുവനും എന്റെ താഴെയാകുന്നു. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഉപ്പാപ്പ അതിൻ്റെതായ തെളിവുകളായി ഓരോ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നു. വജൂദി സറാഫി സിർരി സിർരിൽ ഹഖീഖതി, ഇത്രയും അഖ്താബീങ്ങളെല്ലാം എൻ്റെ താഴെയാണ് എന്ന് പറയുമ്പോൾ ഉപ്പാപ്പയുടെ സ്ഥാനം ഒന്നുകൂടി ഉപ്പാപ്പ വിശദീകരിച്ച് തരികയാണ്. വജൂദി, എൻ്റെ ഉണ്മ, സറ, അത് സഞ്ചരിച്ചിരിക്കുന്നു, ഫീ സിർരി സിർരിൽ ഹഖീഖതി, ഹഖീഖത്തിന്റെ രഹസ്യത്തിന്റെയും രഹസ്യത്തിലാണ് അത് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ഉള്ളിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ കിതാബിങ്ങളും എന്റെ താഴെയാകുന്നു. വമർതബതി ഫഖത് അലാ കുല്ലി റുത്ബതി, എന്റെ സ്ഥാനം എല്ലാ സ്ഥാനങ്ങളുടെയും മുകളിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കിതാബുകളും എന്റെ താഴെയാണ്, എന്റെ അനുസരണയിലാണ് അവർ വരുന്നത്, ജീവിക്കുന്നത്. വസിക്രി ജലൽ അബ്സ്വാറ ബഅദ ഗശാഇഹാ വഅഹ്യാ ഫുആദ الصബ്ബി ബഅദൽ ഖതിഅതി. വസിക്രി, എന്റെ ദിക്ർ, എന്നെ ഓർക്കുക എന്ന കാര്യം. ജലൽ അബ്സ്വാർ, അത് എല്ലാ ഉൾക്കാഴ്ചയെയും തെളിച്ചം നൽകിയിരിക്കുന്നു. ബഅദ ഗശായിഹാ, അതിനൊരു മറ വീണ ശേഷം എന്റെ ദിക്ർ കൊണ്ട് എല്ലാ കണ്ണുകളും തുറന്നിരിക്കുന്നു. വഅഹ്യാ ഫുആദ الصബ്ബി ബഅദൽ ഖതിഅതി, അല്ലാഹുവിന്റെ ഇഷ്ഖിൽ മുങ്ങിയ മനുഷ്യൻ, അതാണ് സബ്ബ്. അല്ലാഹുവിന്റെ ആശിഖ്, അല്ലാഹുവിനെ പ്രേമിക്കുന്നവൻ, ആ പ്രേമിക്കുന്നവന്റെ ഹൃദയത്തെ ജീവിപ്പിച്ചിരിക്കുന്നു. ബഅദൽ ഖതിഅതി, മുമ്പ് ആ ബന്ധം ഇല്ലായിരുന്നു, ഇപ്പോൾ ആ ബന്ധം അതാ വീണ്ടെടുത്തിരിക്കുന്നു, അതിനെ ജീവിപ്പിച്ചിരിക്കുന്നു. എന്റെ ദിക്ർ തന്നെ എല്ലാം മതിയാകുന്നതാണ്. യാ ഗൗസ് മുഹിയദ്ദീൻ എന്ന് നിങ്ങൾ ചൊല്ലിയാൽ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ മറകളും എല്ലാ കറകളും നീങ്ങുന്നതാണ്. എല്ലാ കറകളും നീങ്ങി, എല്ലാ മറകളും നീങ്ങി നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഹയാത്താക്കാൻ എന്റെ ദിക്ർ തന്നെ എല്ലാം കൊണ്ടും മതിയാകുന്നതാണ്. ഹഫിദ്തു ജമീഅൽ ഇൽമി സിർതു തിറാസഹു. ഉപ്പാപ്പയുടെ വചനങ്ങൾ നിങ്ങൾ നോക്കുക. ഹഫിദ്തു ജമീഅൽ ഇൽമി
വായിക്കാനും അർത്ഥം പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഇതേതാ മഖാമ്? ഹഫിൽതു ജമീഅൽ ഇൽമി, എല്ലാ അറിവുകളും ഞാൻ മനഃപ്പാഠമാക്കിയിരിക്കുന്നു. എന്താണ്, എങ്ങനെയാണ് നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ കഴിയുക? എല്ലാ അറിവുകളും ഹഫിൽതു, ഞാൻ ഹിഫ്ളാക്കിയിരിക്കുന്നു. ജമീഅൽ ഇൽമി, എല്ലാ അറിവുകളും ഞാൻ ഹിഫ്ളാക്കിയിരിക്കുന്നു. സുർതു തിറാസഹു, അതിന്റെ ഏറ്റവും ഉന്നതമായ മഖാമിലാണ് ഞാനുള്ളത്. അലാ ഖിൽഅത്തി തശ്രീഫി ഫീ ഹുസ്നി ഖൽവതി, രണ്ടും സൂഫിയാക്കളുടെ ഏറ്റവും ഉന്നതമായ മഖാമാണ്. ഏറ്റവും ഉന്നതമായ ഖൽവത്ത് ഏറ്റവും ഉന്നതമായ മഖാമാണ്. അതിൽ തന്നെ ഏറ്റവും ഉന്നതമായ ഖിൽഅയാണ് എനിക്കുള്ളത്. ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് എനിക്കുള്ളത്. ഖതഅതു ജമീഅൽ ഹുജ്ബി ലിൽ ഹുബ്ബി സാഇദാ, ഖതഅതു, ഞാൻ മുറിച്ചു കടന്നു, ജമീഅൽ ഹുജ്ബി, എല്ലാ മറകളും ഞാൻ മുറിച്ചു കടന്നു. വല്ലാത്തൊരു വാക്കാണ്. പരിശുദ്ധമായ ഒരു ഖുദ്സിയായ ഹദീസിലുണ്ട്, അള്ളാഹുവും അടിമയും തമ്മിൽ 70,000 മറകളുണ്ട്. ഒന്നോ രണ്ടോ മറകളല്ല, 70,000. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഒരു മറ തന്നെ നീങ്ങിയാൽ ആ മനുഷ്യൻ കരിഞ്ഞു പോകും. അങ്ങനത്തെ 70,000 മറകൾ അള്ളാഹുവും അടിമയും തമ്മിലുണ്ട്. ഖതഅതു ജമീഅൽ ഹുജ്ബി, എല്ലാ മറകളും ഞാൻ മുറിച്ചു കടന്നു. ഗൗസുൽ തങ്ങൾ ഉപ്പാപ്പാന്റെ ജലാലിയത്തിന്റെ തീവ്രത മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ചിന്തയും അറിവും ഒന്നും നമുക്കില്ല. ലിൽ ഹുബ്ബി സാഇദ, അല്ലാഹുവിന്റെ ഹുബ്ബിൽ ഞാൻ അങ്ങനെ ഉയർന്നുയർന്നുയർന്നു പോവുകയാണ്. വമാ സിൽതു അർഖാ സായിറൻ ബി മഹബ്ബതി, ഞാനൊരു മഖാമിൽ നിൽക്കുകയല്ല. വമാ സിൽതു അർഖാ സായിറൻ ബി മഹബ്ബതി, അള്ളാഹുവിനോടുള്ള എൻ്റെ മഹബ്ബത്ത് കൊണ്ട്, എൻ്റെ ഇഷ്ഖ് കൊണ്ട് അള്ളാഹുവിലേക്ക് ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉയർന്നുയർന്നുയർന്നുയർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഉപ്പാപ്പയെ പറ്റി നമുക്കൊന്നും അറിയില്ല. നമുക്കുപ്പാപ്പയെ പറ്റി ഒന്നും മനസ്സിലാവില്ല എന്ന അറിവും നമുക്ക് ഉണ്ടാവില്ല. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ഉപ്പാപ്പയുടെ വചനങ്ങൾ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിലൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇത്രയും ഉന്നതമായ മഖാമിലുള്ള ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഖാദിരിയ ത്വരീഖത്തിലാണ് നാം നിലനിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ട രീതിയിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഅ്മിനീങ്ങളെ, സദവാ എന്നോട് ഞാൻ നിർദ്ദേശിക്കുന്നു, നിങ്ങളും ചെയ്താൽ നല്ലത്. നമുക്ക് കിട്ടിയ ഈ ദിക്റിന്റെ വില, അതിന് എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. നമ്മുടെ ഓരോ ദിക്റും നമുക്ക് കിട്ടിയ ദിക്റിന്റെ ശുക്റാണ്. എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. കാരണം ഇത്രയും ഉന്നതമായ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ഖാദിരിയ തരീഖത്തിന്റെ വഴിയിലാണ് നാം നിലനിൽക്കുന്നത്. അത് തന്നെ ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ ലഭിച്ചവർ ഈ പരിശുദ്ധമായ ദിക്റിൽ ഉറച്ചു നിൽക്കുക. നമ്മുടെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ കീഴിൽ ഉറച്ചു നിൽക്കുക. ഉപ്പാപ്പ നിർദ്ദേശ മജ്ലിസുകളിൽ പങ്കെടുക്കുക. ദിക്ർ ചെയ്ത് മുന്നേറുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദിക്ർ ഇതുവരെ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ നൽകുന്ന ജാദിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പാന്റെ
ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ.